എടാ, ഇപ്പോഴും നമുക്ക് പിടികിട്ടാത്ത ചില കാരണങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മൾ അതേപ്പറ്റി പല പ്രാവശ്യം ആലോചിച്ചു. നിങ്ങളുടെ ആരുടെയെങ്കിലും ലൈഫിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും പ്രതീക്ഷിക്കാതെ നനച്ചിരിക്കാത്ത ഒരു സമയത്ത് ഒരു കാരണവുമില്ലാതെ നിങ്ങളെ ആരെങ്കിലും ഒഴിവാക്കി പോയിട്ടുണ്ടോ? എന്താണ് കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾക്കിപ്പോഴും അത് പിടികിട്ടാതെ ഒരു പുഞ്ചിരിയിൽ മാത്രം അത് നിങ്ങൾ ഒതുക്കാൻ ശ്രമിക്കുന്ന ചില സംഭവങ്ങളില്ലേ ജീവിതത്തിൽ? എന്തിനാണ് അങ്ങനെ ഉണ്ടായത്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? എന്താണ് അതിന് പിന്നിലുള്ള കാരണം എന്ന് നമ്മൾ പല ആവർത്തി ആലോചിച്ചാലും നമുക്ക് പിടികിട്ടാത്ത ചില ക്വസ്റ്റ്യൻ അല്ലേ അത്? പക്ഷെ നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നില്ലേ, അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കാണും. ചിലപ്പോൾ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടാവാം. ഒരു കാരണവുമില്ലാതെ നമ്മളെ പ്രിയപ്പെട്ടതായി അല്ലെങ്കിൽ നമ്മളില്ലാതെ ജീവിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ നമ്മളെ ഒഴിവാക്കി പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആലോചിക്കാറില്ലേ, മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ അവരുടെ മനസ്സിൽ അവർക്ക് നമ്മളോട് വെറുപ്പുണ്ടാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടാവാം. പക്ഷെ നമ്മൾ ആ നിമിഷം ചിന്തിക്കാറുണ്ടോ, ആ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയിലെ നെഗറ്റീവ് വശങ്ങൾ ഒടിക്കാനായിട്ടായിരിക്കാം ചിലപ്പോൾ അവർ നമ്മളോട് അങ്ങനെ പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പക്വതയില്ലായ്മ കൊണ്ടാവാം സംഭവിക്കുന്നത്. അവർ നമ്മളെ ഒഴിവാക്കി പോയത്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒഴിവാക്കി പോയത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ നമ്മളത് ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ. നമ്മുടെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് അവരെ വെറുപ്പിച്ച് അവരിൽ വെറുപ്പുളവാക്കി അകറ്റിക്കൊണ്ടുപോകുമ്പോൾ നമ്മളിലുള്ള എന്തെങ്കിലും നെഗറ്റീവ് വശങ്ങളെ ഹൈഡ് ചെയ്യാനായിട്ടായിരിക്കും ആ വെറുപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പേടി കൊണ്ട്, അഥവാ ഇനി അവരുടെ പ്രിയപ്പെട്ടവർ അവരോടൊപ്പം ഉണ്ടായാൽ എൻ്റെ ലക്ഷ്യം സാധിച്ചില്ലെങ്കിലോ എന്നുള്ള ഭയത്തോടു കൂടിയാകാം എന്ന് നമ്മൾ ഒരു പക്ഷേ ആ സമയത്ത് ചിന്തിക്കാനായിട്ട് സാധിക്കാതെ നമുക്ക് വരാറില്ലേ. നമ്മളങ്ങനെ ചിന്തിക്കാനായിട്ട് നമുക്ക് പക്വത ഉണ്ട് എങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. പക്ഷെങ്കിൽ നമ്മുടെ പക്വത കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ നമുക്ക് അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒഴിവാക്കി അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ വെറുത്തുകൊണ്ട് വേറൊരാളുടെ പ്രേരണയാൽ നമുക്ക് വെറുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനെപ്പറ്റി ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പക്ഷെ നമ്മളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ എപ്പോഴും നമ്മൾക്കവർ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എപ്പോഴും പ്രിയപ്പെട്ടത് തന്നെ ആയിരിക്കും. ഒരിക്കലും അവർ അന്യതാവുകയോ ഒരാളുടെ നെഗറ്റീവ് വശത്തെ മൂടി വയ്ക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ വെറുപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും കാരണങ്ങളുണ്ടാക്കി നമ്മളിൽ നിന്ന് പ്രിയപ്പെട്ടവരിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോയാൽ ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് ഒരിക്കലും പ്രിയപ്പെട്ടവർ അന്യരാവുകയുമില്ല. അവരെപ്പോഴും പ്രിയപ്പെട്ടവർ തന്നെ ആയിരിക്കും. എത്ര വെറുപ്പിച്ചാലും എത്രയൊക്കെ കാരണങ്ങളുണ്ടാക്കിയാലും ഒരു നിമിഷമെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവർ അത് മറ്റാർക്കും അവകാശപ്പെട്ടതല്ല എന്നൊരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ശരിയല്ലേ?